ഡെന്നി, നീ എബിക്കിനെ കണ്ടോ? അവനെ നേരത്തെ ആ അയ്യോ വിളിച്ചോണ്ട് പോകുന്ന കണ്ടു. എന്താടാ കാര്യം? അതോ, ഞങ്ങൾ ചെറുതായൊന്ന് ഉടക്കി. വീണ്ടും? അല്ല, ഇവിടെ എന്തിനായിരുന്നു? അതോ, ഇന്നലെ നൈറ്റ് വിളിച്ചപ്പോ അവന്റെ ഫോൺ ബിസി ആയിരുന്നു, അതാ. ബെസ്റ്റ്. എന്റെ പൊന്നേബി, നിങ്ങളുടെ ഈ ചെറിയ കാര്യത്തിലുള്ള വഴക്ക് കാണുമ്പോ തോന്നും നിങ്ങൾ കപ്പിൾസ് ആണെന്ന്. അതിന് ഞങ്ങള് കപ്പിൾസ് അല്ലല്ലോ. ആണെന്ന് ഞാനും പറഞ്ഞില്ല. വന്നോ? എവിടെയായിരുന്നു കാറ്റി? അതോ, ആ ജെന്നി വിളിച്ചോണ്ട് പോയതാ. എന്തിന്? അതവക്ക് എബിച്ചനെ സെറ്റാക്കി കൊടുക്കാൻ വേണ്ടി. ബെസ്റ്റ്. ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലേ? ഒന്നെങ്കിൽ ഇവന്മാര് അവളടുത്ത് എസ് പറയണം, ഇല്ലെങ്കിൽ അവൾമാര് ഈ പണി നിർത്തി പോണം. നടന്ന കാര്യം തന്നെ, രണ്ടും എന്തായാലും നടക്കാനേ പോണില്ല. അല്ല, അവൾക്ക് എന്നോട് നേരിട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞ എന്താ പ്രശ്നം? എന്നിട്ട് എന്തിനാ പെട്ടല്ലോ? അത് പിന്നെ അവളോട് ഞോ പറയേ. എന്നാ നിനക്ക് കൊള്ളാം. അല്ല, ഇവൻ എസ് പറഞ്ഞാ നിനക്കെന്താ പ്രശ്നം? അത് പ്രശ്നമാണ്. എന്ത് പ്രശ്നം? ഞാൻ അങ്ങനെ സിംഗിളായി നടക്കുമ്പോ ഇവൻ അങ്ങനെ മിങ്കിളാവണ്ട. അങ്ങനാണെങ്കി നിനക്ക് ആ അയ്യോന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞ എന്താ? അത് ശരിയാവില്ല. എനിക്ക് അവിടുത്തെ സ്പാർക്ക് അടിച്ചില്ല. അവളോടൊക്കെ ചോദിക്കാൻ വന്ന എന്നെ വേണം തല്ല. കാറ്റി, നീ വന്നേ. ഇവന്മാരോട് സംസാരിച്ചിരുന്നാ നമുക്ക് വട്ടാവും. നിന്നെ ആ അയ്യോ വിളിച്ചോണ്ട് പോയിന്ന് കേട്ടു. അതെന്തിനാ? അതോ, സ്ഥിരം പല്ലവി തന്നെ. ഐ ലവ് യു. ഇവൾക്ക് മതിയായില്ലേ? ഇനി ഞാൻ ഇടപെടേണ്ടി വരുവോ? അത് നമുക്ക് നോക്കാം. അല്ല, ഇന്ന് ക്ലാസ്സിൽ കയറണോ? ഇന്ന് കേറിയേ പറ്റൂ മോനെ. തെണ്ടി സമ്മതിക്കില്ല. നമ്മൾ സ്റ്റുഡൻസ് മാത്രമല്ല, ഞാൻ ചെയർമാനും നീ ആർട്സ് ക്ലബ് സെക്രട്ടറി ആണ്. അത് നീ ഓർക്കണം. ഓ കോപ്പ്, ഏത് നേരത്താ എന്തോ ഇലക്ഷൻ നിൽക്കാൻ തോന്നിയത്? ഈ ഇയർ കൂടിയല്ലേ ഉള്ളൂ, ഒന്ന് ക്ഷമിക്കടാ. ശരി, എന്നാ വാ ക്ലാസ്സിൽ പോകാം. എബൻ സർ, എവിക്, നിങ്ങളെ പ്രിൻസി വിളിക്കുന്നു. ആടാ, ഞങ്ങൾ അങ്ങോട്ട് പൊക്കോളാം, നീ ചെല്ല്. ഇനി അത് എന്തിനാണോ ആവോ. എന്തായാലും നീ വാ, പോയി നോക്കാം. എബൻ സർ, എവിക്, നിങ്ങൾ വിളിപ്പിച്ചത് എന്തിനാന്ന് വെച്ചാ 2 വീക്ക് കഴിഞ്ഞു ആർട്സ് ഡേ ആണ്. അപ്പം അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ആക്കണം എന്ന് പറയാനാ. ഓക്കെ സർ, വി വിൽ ഡു ഇറ്റ്. എങ്ങനെയാ കാര്യങ്ങളെന്നൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ? വേണ്ട സർ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? നോ സർ. ഓക്കെ, എന്നാ നിങ്ങളുടെ പണി നടക്കട്ടെ. ഡെന്നിച്ച, പിന്നെ പപ്പ ഇന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. കർത്താവെ, അങ്കിള് വന്നോ? എന്തിനെന്നെ കാണണെന്ന് പറഞ്ഞേ? ഇനി നമ്മുടെ കാര്യം വല്ലതും അറിഞ്ഞോ? ആവോ, അതൊന്നും എനിക്കറിയാൻ പാടില്ല. നൈസ്. ഞാൻ എന്തായാലും വരാം. നീ ഇതിപ്പോ വേഗം കുടിക്കാൻ നോക്ക്, എന്നിട്ട് നമുക്കൊന്ന് കറങ്ങാൻ പോകാം. അപ്പൊ ക്ലാസ് ഇല്ലേ? ഓ, അത് കുഴപ്പില്ല. ഓ, ഇവനെന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? ഹലോ, പറയടാ. ഓക്കേടാ, ഇപ്പൊ വരാം. അവളും കൂടെ ഉണ്ട്. ശരി എന്നാ. എന്ത് പറ്റി ഡെന്നിച്ച? ആരാ വിളിച്ചേ? അതോ, എബിയ, നമ്മുടെ ആർട്സ് ഡേ ആവാറായി. സോ ഇന്നു മുതൽ അറേഞ്ച്മെന്റ്സ് തുടങ്ങണമെന്ന്. അതുകൊണ്ട് നമ്മളോട് വേഗം ആർട്സ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഹലോ എവരിവൺ, അപ്പൊ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പോരാ, എനർജി പോരാ, കുറച്ചും കൂടെ ആവട്ടെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് പെർഫോമൻസിനായിട്ട് നമ്മുടെ ആർട്സ് ക്ലബ് സെക്രട്ടറിനെ തന്നെ വിളിക്കാം, എവിക് ഹാരി എബ്രഹാം.
പെർഫോമൻസ്. അപ്പൊ നെക്സ്റ്റ് നമ്മുടെ സ്വന്തം ചെയർമാൻ വിളിക്കാം, എബൻസർ റിച്ചാർഡ് വിൽസന്റ്. നെഞ്ചിൽ തഞ്ചി നിന്റെ കൊഞ്ചനാദം പാടും പാട്ടിന്റെ പഞ്ചാമൃതം കനൽ നാളം ദീപാങ്കുരം നിന്നെ തലോടാം ചുണ്ടോട് ചുണ്ടു പാടാം മോഹിച്ചു പാഞ്ഞ നിനക്കെന്തഴകാണഴകേ. നല്ല സോങ് ആയിരുന്നു അല്ലേ? അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഗേൾസിനെ വിളിച്ചാലോ, അവർ 4 stars. അപ്പൊ നമ്മുടെ 4 സ്റ്റാർസിന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ലായിരുന്നു അല്ലേ? ഇനി നമുക്ക് അടുത്ത ആരെ വിളിക്കാം. യാ, അവർ ഫ്ലോട്ടിംഗ് കിങ് ഡാനിയൽ മാത്യു. നമ്മുടെ എല്ലാവരും ഡെന്നിച്ചായൻ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആള് നല്ലൊരു ഡാൻസർ ആണെന്ന്. അപ്പൊ നമുക്ക് ഇനി ആരെ വിളിക്കാൻ? അതെ, നമ്മുടെ ക്വീൻ ജനറ്റ് തോമസ്. ഓസം പെർഫോമൻസ്. അപ്പൊ നമുക്കിനി ആർട്സ് ക്ലബ് സെക്രട്ടറിയും ചെയർമാന്റെയും കൂടി ഒരു ഡ്യുവറ്റ് പെർഫോമൻസ് ആയാലോ? അതിനായി ഞാൻ വീണ്ടും വിളിക്കുന്നു എവിക് ആൻഡ് എബൻസോ.
जोड़ा के ഡാ ഡെന്നി, നീ എവിക്കിനെ കണ്ടോ? അവൻ ഡ്രസ്സ് മാറാൻ പോകുമെന്ന് പറഞ്ഞിരുന്നു. ഓക്കേടാ. എബിച്ചേട്ടാ, അവിടെ ലൈബ്രറിയുടെ എബിക് ചേട്ടനും ചേച്ചിയും. എന്താ എനിക്കിത്? സോ യു മിസ്അണ്ടർസ്റ്റുഡ്. സാർ കരുതുന്ന പോലെ ഒന്നുമില്ല. ഞാൻ സാർ ഇവൻ എന്നെ ഇനി എനിക്കൊരു ലൈഫില്ല. അയ്യോ ഡോണ്ട് വറി, ഞാനൊരു പരിഹാരം കാണാം. എരിക് കെയർ ടു എക്സ്പ്ലെയിൻ? ഇനി ഇതിൽ യു ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ആദ്യം അവൻ പറയാനുള്ളത് പറയട്ടെ, എന്നിട്ട് മതി നിന്റെ പറച്ചിൽ. എബിക്, നീ പറ. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോയപ്പം നാൻസി എന്നോട് പറഞ്ഞു എബി എന്നെ ലൈബ്രറി വെയിറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അകത്ത് കയറിയതു ആരോ ഡോർ പുറത്തുനിന്ന് ലോക്കാക്കി. ഞാൻ നോക്കിയപ്പോ അയ്യോ ഈ ചെയറിൽ ഇരിക്കുന്നത് കണ്ടു. അങ്ങനെയല്ല സാർ, ഇവൻ ഞാനൊരു വട്ടം പറഞ്ഞു അവൻ പറഞ്ഞു കഴിയട്ടെ എന്ന്. ദെൻ ഇവൾ ഡ്രസ്സൊക്കെ വലിച്ചു കയറാൻ തുടങ്ങി. ഹെയർ ഒക്കെ മെസ്സിയാക്കി, ലിപ്സ്റ്റിക് സ്പ്രെഡ് ആക്കി കരയാൻ തുടങ്ങി. അപ്പോഴാണ് നിങ്ങളൊക്കെ വന്ന് ഡോർ ഓപ്പൺ ആക്കിയത്. സാർ കേട്ടല്ലോ? അല്ല, സാറിനാരാ വിവരം അറിയിച്ചത്? വാക്ക് മാത്രം പോരല്ലോ, ഒന്നെങ്കിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവണം, അല്ലെങ്കിൽ എവിഡൻസ് വേണം. പിന്നെ എന്നോട് വന്ന് പറഞ്ഞത് നാൻസിയാണ്. വിത്തിൻ 2 days ഞാൻ എവിഡൻസ് തന്നിരിക്കും. ഓക്കെ, അതുവരെ ഞാൻ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. എന്തു പറയുന്ന അയ്യോ? സാർ ന്യൂ ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം. അയ്യോ, എവി പറഞ്ഞത് 2 days ടൈം വേണമെന്നല്ലേ എവിഡൻസ് കിട്ടാൻ? എന്നിട്ട് ആക്ഷൻ എടുക്കാം. ഒരു കാര്യം ചെയ്യ്, അതുവരെ എവി വീട്ടിലിരിക്കേ. എബൻസ്, എനിക്കൊരു കാര്യം. ലുക്ക് ജെനി, ഒന്നാമത് ഇപ്പൊ എനിക്ക് ഭ്രാന്ത് എടുത്ത് നിൽക്കുക. അതിനിടയ്ക്ക് പ്രപ്പോസൽ കൊണ്ടാണെങ്കിൽ നീ വരണ്ട. ഇത് പ്രപ്പോസൽ അല്ല, അന്ന് ആർട്സ് ഡേക്ക് എവിക്കിന്റെയും ഹയ്യുന്റെയും ആ പ്രശ്നത്തെ കുറിച്ചാണ്. അതിനെ കുറിച്ച് എന്താ? അന്ന് നടന്നതിന്റെ ഫുഡ് വീഡിയോ ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട്. റിയലി? ദെൻ ഷോ മീ. ഇതെനിക്ക് ഫോർവേഡ് ചെയ്. പിന്നെ എന്തുകൊണ്ടാ ഇത് അന്ന് പറയാത്തെ? ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നിന്നോട് പറയാൻ വന്ന ടൈമിലാണ് അമ്മയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചത്. സോ വേഗം അങ്ങോട്ട് പോയി. എനിവേ താങ്ക്സ് എ ലോട്ട് ജെനി. താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് ഓക്കെ ബെൻസർ, താങ്ക്സ് ഒന്നും വേണ്ട. പിന്നെന്താ വേണ്ടത്? അത് നിനക്കറിയാലോ, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. സോ എനിക്കൊരു ചാൻസ് മാത്രം തന്നാ മതി. ഓ, സോ നീ ഈ ചെയ്യുന്ന ഹെൽപ്പിന് പ്രത്യുപകാരം അതല്ലേ ഉദ്ദേശിക്കുന്നത്? ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചാൻസ് മാത്രമേ ചോദിച്ചുള്ളൂ. എബൻസ്, പ്ലീസ് ഗിവ് മീ വൺ ചാൻസ്. ജെനി, ലുക്ക്, ഞാനിപ്പം ഇതിന്റെ ഒരു പേരില് നിന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് രണ്ടുപേർക്കും നല്ലതിനായിരിക്കില്ല. ഒന്നാമത് എനിക്ക് നിന്റെ തങ്ങുന്നൊരു ഫീലിങ്സ് ഇല്ല. പിന്നെ ഞാനിപ്പം ഇതിനു വേണ്ടി നിന്റെ അടുത്ത് എസ് പറഞ്ഞെന്ന് തന്നെ ഇരിക്കട്ടെ, നമ്മുടെ ലൈഫ് എന്താവും. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ്സ് ഓക്കെ ബെൻസ, എനിക്ക് മനസ്സിലാവും. ഡാ വിന്നി, ഇവിടെ എന്താണ് നീ കാണുന്നെന്ന് പറഞ്ഞ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമൊന്നുമില്ല. എടാ, അത് ലിസ ഇല്ലേ? ഐ നോ യുവർ ചൈൽഡ് ക്രഷ്. അവക്കെന്ത് പറ്റി? അവക്കൊന്നും പറ്റിയില്ല. ഇന്നലെ അവളുടെ പാരന്റ്സ് ഒരു അലയൻസ് വീട്ടിൽ വന്നു. വാട്ട്? ആർക്ക്? എനിക്ക് വേണ്ടി തന്നെ. അവക്ക് എന്നെ ഇഷ്ടമാണെന്ന്. സോ അവളുടെ പാരന്റ്സ് ഒന്ന് ആലോചിക്കാൻ വേണ്ടി വന്നതാ. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? എനിക്കറിയില്ലടാ എന്താ പറയണ്ടേന്ന്. നിനക്ക് അവളെ ഇപ്പോഴും ഇഷ്ടമാണെങ്കിൽ നീ ഓക്കെ ആണെന്ന് പറയാം അല്ലേ? നീ പറ. എടാ, പിന്നെ ഞാൻ പോട്ടെ. ഓഫീസിൽ അർജന്റ് മീറ്റിംഗ് ഉണ്ട്, അതിനിടയ്ക്കാ ഞാൻ ഓടി വന്നേ. ഹലോ വിന്നി.
ആടാ പറ. 1 വീക്ക് കഴിഞ്ഞ് എന്റെ മാരേജ് ആണ്, നീ വരണം. ആടാ ഞാൻ വരാം. Hey Epi, what happened? Why are you crying? Denny, you know something? Epic, he was my first love, my secret love. ഇത്രയും നാൾ ഉള്ളിൽ കൊണ്ട് നടക്കുമായിരുന്നു. അവനോട് എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു, ബട്ട് എല്ലാം അവസാനിച്ചു. 1 വീക്ക് അത് കഴിഞ്ഞ അവൻ വേറെ ആളുടെ ആകാൻ പോകുക. നിനക്കിത് അവനോട് പറഞ്ഞൂടായിരുന്നോ? ഇനിയും ലേറ്റ് ആയിട്ടില്ല, നീ പറ അവനോട്. വേണ്ടടാ, അതിന് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ എഫക്ട് ചെയ്യും, സോ വേണ്ട. എടാ എന്നാലും നീ വേണ്ട ഡെന്നി. ഇപ്പം അവനെന്നെ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അവൻ ഈ മാരേജിന് ഒരിക്കലും സമ്മതിക്കലായിരുന്നു. ഇതിൽ നിന്ന് തന്നെ മനസ്സിലായിക്കൂടെ അവനെന്നെ ഇഷ്ടമല്ലെന്ന്? പിന്നെ എന്തിനാ? പ്ലീസ് ഡെന്നി, നീ ഒന്ന് പോ, എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം. പകലിൻ കൂടൊഴിഞ്ഞു പോകും സന്ധ്യേ, പറയാൻ നീ മറന്നതെന്റെ സ്നേഹം. വിളി കേൾക്കാതെ പിരിയുകയാണോ നീ? പൊന്നേകം ഇരുളുകയാണകലേ, ഞാനോ പിടയുകയാണിവിടെ. കൂടൊഴിഞ്ഞു പോകും സന്ധ്യേ, പറയാൻ നീ മറന്നതെന്തേ സ്നേഹം. നീ ഒരു ഹിമഗണമാ, എൻ വീണയിലുടനേണം നീ സ്വരഗണമാ. വാതിലടഞ്ഞൊരു സുഖമേ, ഇനി നിൻമുഖമെങ്ങനെ കാണും? ദൂരെ മറഞ്ഞൊരു കുയിലേ, ഇനി നിൻമൊഴി എങ്ങനെ കേൾക്കും? നീ പെയ്ത തീരാത്ത മഴയോ, നീ എന്നെ അറിയാത്ത പുഴയോ, നീ എന്നു ചേരുമെൻ പ്രളയക്കടലോ. പകലിൻ കൂടൊഴിഞ്ഞു പോകും സന്ധ്യേ. ടൈം സ്കിപ്പ് ആഫ്റ്റർ 3 days. ഈ 3 ദിവസത്തിനിടയ്ക്ക് എവിക് കുറേ തവണ എബിനെ വിളിച്ചു, പക്ഷേ അവൻ ഫോൺ എടുക്കുന്നില്ല. അവന് വീട്ടിൽ ചെന്ന് അന്വേഷിച്ചു, വീട്ടുകാർക്കും അവനെ പറ്റിയൊരു വിവരവുമില്ല. എവിക്ക് നല്ല ടെൻഷൻ ആവാൻ തുടങ്ങി. അവൻ കഴിയുന്നത് അത്രയും അവൻ അന്വേഷിക്കാൻ തുടങ്ങി, ബട്ട് ഒരു വിവരവുമില്ല. അങ്ങനെ ഇരിക്കൊരു ദിവസം, ഡെന്നി, അവനെ പറ്റി നിനക്ക് വല്ല വിവരവും കിട്ടിയോ? ഇല്ലടാ, ഞാൻ കുറെ അന്വേഷിച്ചു, ബട്ട് ഒരു വിവരം കിട്ടിയിട്ടില്ല. ഓഹോ damn it, Epi, where are you? ഡെന്നി, നീ അവന്റെ ഫോൺ ഹാക്ക് ചെയ്ത് നോക്കിയോ? അവന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന്? ഓ ഷിറ്റ്, ഐ ഫോർഗോട്ട് ഇറ്റ്. എവിക് 5 minutes. എടാ, അവൻ സൂയിസൈഡ് പോയിന്റിന്റെ അടുത്തുള്ള ബീച്ചിലുണ്ട്. വാട്ട്? എവിക് ടെൻഷൻ ആണ്ട, അവൻ ജസ്റ്റ് കൂളാവാൻ പോയതായിരിക്കും അവിടെ. Are you serious? ഡെന്നി, ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അവൻ എന്തെങ്കിലും സൂയിസൈഡ് പോയിന്റിൽ പോകുന്നുണ്ടെങ്കിൽ അവന് സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി വരികയാണെങ്കിൽ മാത്രമേ അവനോട് പോകുന്നു പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ? ഓ ഗോഡ്, അക്കാര്യം ഞാൻ മറന്നുപോയി. എവിക്, ഞാൻ വരാം, നീ ഒറ്റയ്ക്ക് പോകണ്ട. വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാം. നീ ഒറ്റയാൾ കാരണമാണ്. അന്ന് ലിസയുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാണ് അവനെന്നെ ഇഷ്ടമാണെന്ന്. ബട്ട് നീ പറഞ്ഞത് അവൻ ഇങ്ങോട്ട് വന്ന് പറയും, സോ വെയിറ്റ് ആട്ടെ. എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? അവൻ സൂയിസൈഡ് ചെയ്യാൻ പോയിരിക്കുന്നു. അവൻ എന്തെങ്കിലും സംഭവിച്ച ഐ വിൽ കിൽ യു ഡെന്നി. ഡെന്നിച്ച, എന്താ മുഖം വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് ടീച്ചറൊരു പ്രശ്നമുണ്ട്. എവിക്കിന് എബിനെ ഇഷ്ടമായിരുന്നു. അത് അവനുണ്ടോയെന്ന് അറിയാൻ വേണ്ടി അവൾ ചില പ്ലാൻ ഇട്ടായിരുന്നു. ലിസയുടെ അലയൻസും കൊണ്ട് ചെന്നായിരുന്നു. ബട്ട് അപ്പം അവൻ്റെ ഫീസിൽ നിന്ന് ഞങ്ങൾ കണ്ടതാണ് എബിക്ക് ഇഷ്ടമുള്ള കാര്യം. ബട്ട് ഞാൻ പറഞ്ഞു കുറച്ച് വെയിറ്റ് ആയിട്ടാണ് അവൻ ഇങ്ങോട്ട് വന്ന് പറയുന്നത്. ബട്ട് ഐ വിൽ മെസ്ഡ് അപ്പ് എവറിത്തിങ്. അവനിപ്പം സൂയിസൈഡ് ചെയ്യാൻ പോയിരിക്കുവാണ്. എനിക്കറിയാം. എന്റെ പൊന്നു ടെന്നിച്ച്, നിങ്ങൾ എന്തേ ഒപ്പിച്ച് വെച്ചത്? ഇവിടെ ഫേസിലൊന്നും കണ്ടിട്ടില്ലാന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് എബിക്കിന് ഇഷ്ടമാണെന്ന്. എന്നിട്ട് ഓ ഷിറ്റ്. ബട്ട് ഇതൊന്ന് കൺഫേം ആക്കാനും എബിക്കിൻ്റെ അടുത്തൊന്ന് പറയുമെന്ന് അറിയാനും വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു. ജസ്റ്റ് നിങ്ങളൊരു പ്ലാൻ അല്ല, ഈ പ്ലാനും കൊണ്ടാണ് എന്റെ പാരന്റ്സിനെ സെറ്റാക്കാൻ പോണത്. പിന്നെ
ഇമാതിരി പ്ലാൻ കൊണ്ട് എൻ്റെ വീടിന് ഏഴായാലത്ത് കണ്ട. എബി ഇതാണ് ഉണ്ടായത്, അല്ലാതെ ലിസേട്ടൻ്റെ മാരേജ് ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ല. നീ അതിനിങ്ങനെ സൂയിസൈഡ് ചെയ്യാനൊക്കെ വരണോ എബി? പിന്നെ ഞാൻ എന്താ വേണ്ടത് എവിക്? നീ ഒരിക്കലെങ്കിലും എനിക്ക് നിന്നോടുള്ള പ്രണയം തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യായിരുന്നു എബി. എന്തിനു വേണ്ടിയിട്ട്? നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ മറ്റൊരാളെ സ്വന്തമാക്കുന്നു? ബട്ട് എവിക്, ഐ തിങ്ക് നീ എന്നെ വേറൊരു ഫ്രണ്ട് മാത്രമായിട്ടായിരിക്കും കണ്ടിട്ടുള്ളതെന്ന്. അതുകൊണ്ടാണ്. ഫ്രണ്ട് കോപ്പാണ്. എടാ പൊട്ട, നമ്മൾ പരിചയപ്പെട്ട കാലം മുതലേ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. നീ മനസ്സിൽ കൊണ്ട് നടക്കുമായിരുന്നു. ഇയർ കഴിയുമ്പം, നമ്മുടെ പഠിത്തം കഴിഞ്ഞൊരു ജോബിന് കയറി കഴിയുമ്പം എനിക്ക് നിന്നോടുള്ള ഇഷ്ടം തുറന്ന് പറയാമെന്ന് കരുതിയതാ. ബട്ട് നിനക്ക് അങ്ങനെ ഒരു അടുത്ത് ഫീലിങ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാതെ എങ്ങനെയാണെന്ന് കരുതിയിട്ടാ ഞാൻ മിണ്ടാതിരുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഡെന്നി ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നത്. അല്ലാതെ അങ്ങനെയൊന്നും ഇല്ല എബി. ഐ ലവ് യു സോ മച്ച് എബി. പ്ലീസ് ഇനി ഇങ്ങനത്തെ പൊട്ടത്തിലൊന്നും കാണിക്കരുത്. എനിക്ക് നിന്നെ വേണം. ലൈഫ് ലോങ് നീ എൻ്റെ കൂടെ വേണം. വിൽ യു ബി മൈൻ ഫോർ എവർ? ശരിക്കും എബിക്, ഐ ലവ് യു സോ മച്ച്. ഞാൻ നിൻ്റെത് മാത്രമാവാൻ തയ്യാറാണ്. Lucky me, I got a taste of a girl like you. അപ്പം ആർമീസെ, ഇത് ഒരു 1K അടിച്ചതിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. വേഗം സ്റ്റോറി ഇതാക്കി വേഗം എഡിറ്റ് ചെയ്ത് 2 ദിവസം കൊണ്ട് വേഗം എഡിറ്റ് ചെയ്തൊരു സ്റ്റോറിയാണിത്. അത്രയ്ക്ക് നന്നായിട്ടൊന്നുമില്ല, എന്തോ 1K സ്പെഷ്യൽ എപ്പിസോഡ് ഇടണം തോന്നി ഇട്ടതാണ്. അതിൻ്റേതായിട്ടുള്ള കുറവുകൾ നന്നായിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. 1K അടിക്കാൻ എന്നെ സഹായിച്ചതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം